ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ഇന്ന് എല്ലാവരും കൂടെ വാഴയിലേക്ക് ഇട്ടിരുന്ന് നല്ല മട്ടൻ കബ്സ കഴിക്കുവാണേ. അപ്പോൾ അത് നമ്മൾ കോയമ്പത്തൂർ സ്റ്റൈൽ മട്ടൻ കബ്സയാണ്. നമ്മൾ കോയമ്പത്തൂർ ആൻറ്റിയുടെയൊക്കെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടാക്കിയ ഒരു മട്ടൻ കബ്സ. അപ്പോൾ അതിൻ്റെ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ഏലക്കായ, പെരുംജീരകം, ഗ്രാമ്പൂ, ഈ തക്കോലത്തിൻ്റെ ലീഫ്, ഇതാണ് നമുക്ക് പിടികിട്ടുക. ഇംഗ്ലീഷിൽ അതിനെ സ്റ്റോൺ ഫ്ലവർ എന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കടകളിലൊന്നും ആ സാധനം കാണാൻ കിട്ടിയിട്ട് പോലും ഇല്ല. അതിനൊരു നമ്മുടെ കറുവപ്പട്ടയുടെ ഒരു സ്മെല്ലാണ് കേട്ടോ അതിന് കിട്ടുന്നത്. അപ്പോൾ അതാ നമ്മളത് മട്ടൻ കബ്സൊക്കെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് വലിയൊരു പാൻ വെച്ചിട്ട് പുറത്ത് വെച്ചാണ്, വലിയ സ്റ്റവ് പുറത്ത് വെച്ചിട്ട് അതിലാണ് കുക്ക് ചെയ്യണത്. ആദ്യം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം മേടിച്ച് വെച്ചിരുന്ന സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 സവോളയോളം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 കിലോ അരിയും 2 കിലോ മട്ടനുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കണക്കാണ്. സവോള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതാ സവോളയും പച്ചമുളകും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ്. 1/4 കിലോയോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയതാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാര്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ഏത് പാത്രത്തിലാണെങ്കിലും ഒന്ന് അടുക്കി പിടിക്കുന്നത്. ഇത് നമ്മളതിലേക്ക് ചേർക്കുന്നത് 1/2 കിലോ തക്കാളിയാണ്. നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുത്ത തക്കാളി അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നല്ലപോലെ വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അങ്ങനെ തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 4 ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അങ്ങനെ ഇതാ സവോളയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടി ആഡ് ചെയ്യണം. ഇത് നമ്മുടെ ഗരം മസാല കൂട്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുളകും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ്. അത് ഒരു 4-5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഈ ഒരു പൊടി മാത്രമാണ് നമ്മളതിൽ മസാലയായിട്ട് ചേർക്കുന്നുള്ളത്. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മസാല പുറത്തായതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ട്, നല്ല വിശാലമായ കാറ്റൊക്കെ കൊണ്ടിരുന്ന് നമ്മൾ മട്ടൻ കബ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ചേർക്കുവാണ്. കുക്കറിൽ ഒരു 3-4 വിസിലോളം കേൾപ്പിച്ച് വേവിച്ചെടുത്ത നല്ല വെന്ത മട്ടനാണ് കേട്ടോ. അതും അതിൻ്റെ വെള്ളത്തോട് കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. മട്ടൻ നമുക്ക് ഓരോ സ്ഥലത്തും കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചില മട്ടൻ 2 വിസിൽ വേകും, ചിലത് 4-5 വിസിലൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോൾ അത് ഓരോരുത്തരുടെ മട്ടൻ കിട്ടുന്ന വേവിനനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾക്കൊരു 4-5 വിസിലോളം കേട്ടിട്ടാണ് നല്ലപോലെ വെന്ത് കിട്ടിയത്. ഇനി നമ്മളതിലേക്ക് ഇതാ ചൂടുവെള്ളം ഒഴിക്കുകയാണേ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തതാണ്. ആ വെള്ളം നമ്മൾ ആ മസാലയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് വെള്ളം നല്ലപോലെ ഇതാ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 2 കിലോ അരി നമ്മൾ കഴുകി വെള്ളം തോരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമ്മൾ ചെയ്യുന്നത് തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതായത് ആ വെള്ളം ഒന്ന് വറ്റി ആ ചോറിൻ്റെ അത് കറക്റ്റ് ലെവലായിട്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇത് കണ്ടോ, വെള്ളം നല്ലപോലെ വറ്റി ആ ഇറച്ചിയുടെയും ചോറിൻ്റെയും ഒപ്പത്തിന് ഉള്ള വെള്ളം മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. ഈ ഒരു പരുവത്തിൽ ആകുന്നത് വരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. ഇതാ കണ്ടോ, വെള്ളമെല്ലാം നല്ലപോലെ വറ്റി നമ്മൾ ചോറൊന്ന് നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മളിത് മൊത്തം ഒന്ന് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുവാണേ. സൈഡിൽ കൂടെയൊക്കെ ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് നല്ലപോലെ കവർ ചെയ്യണേ. അങ്ങനത്തെ നമ്മളിത് മൊത്തം നല്ലപോലെ ടൈറ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളൊരു കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ അതൊന്ന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണതാണ്. അതെ, നല്ല ടൈറ്റായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 10 മിനിറ്റ് അങ്ങനെ ഒരു ദം ചെയ്തെടുക്കലാണ്. അപ്പോൾ നമ്മൾ ആ വലിയ പാത്രത്തിൻ്റെ താഴെ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൻ്റെ മുകളിലാണ് നമ്മൾ ആ ബിരിയാണി പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് അടപ്പിലല്ല വെച്ചിരിക്കുന്നത്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നല്ലൊരു സ്മെല്ലായിരുന്നു. ഇതിന് നമ്മൾ മല്ലിയില, പുതിനയില, തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു ഒറ്റ മസാലക്കൂട്ടിൽ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മട്ടൻ കബ്സ അടിപൊളിയായിരുന്നു.
ഒരു കുറവും അതിന് പറയാനില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാനായിട്ട്. ഇനി അതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുവാണേ. അത് കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ കബ്സ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും വാഴയിലിട്ട് നിരന്നിരുന്നു. എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാഴയിലിട്ട് താഴെയാണ് ഇട്ടിരുന്നത് എല്ലാവരും കൂടെ. അത് മാത്രമല്ല അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചിക്കൻ കറി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ പരിപാടിക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബിരിയാണിയുടെ കൂടെ ഒരു ഒഴിച്ചുകറി പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരവിടെ ഒരു ചിക്കൻ ചാറ് കറിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ കബ്സയുടെ മുകളിൽ ഒഴിച്ചു തരും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. അടിപൊളിയായിരുന്നു. എല്ലാവരും അങ്ങനെ ഹാപ്പിയായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇന്നത്തെ മട്ടൻ കബ്സ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.